13 പന്തിൽ 6 റൺസ് മാത്രം നേടി ക്രിസ് ഗെയിൽ മടങ്ങുകയാണ്. അല്ല, ധവാൽ കുൽക്കർണി മടക്കിയിരിക്കുകയാണ്. ഗെയിൽ ഡഗൌട്ടിലേക്ക് നടന്നെത്തും മുൻപ് ചിന്നസ്വാമിയുടെ ചെങ്കടൽ ആരവമുയർത്തി. ആ 3 അക്ഷരങ്ങൾ സ്റ്റേഡിയത്തിന്റെ അങ്ങോളം ഇങ്ങോളം പ്രകമ്പനമായി. ഗെയിൽ പോയതിന്റെ ആശ്വാസത്തിന്റെ ആയുസ് ആസ്വദിക്കാൻ ഗുജറാത്ത് ലയൺസിന് കഴിഞ്ഞത് കേവലം സെക്കൻഡുകൾ മാത്രം. എബ്രഹാം ബെഞ്ചമിൻ ഡി വില്ലിയേഴ്സ് ABD അയാൾ ക്രീസിലെത്തിയിരിക്കുന്നു. ആദ്യ പന്ത് ഡോട്ട്. ഇടങ്കയ്യൻ സ്പിന്നർ 20 വയസ്സുകാരൻ കൗശിക് മണിക്കൂറിൽ 95 കിലോമീറ്റർ വേഗതയിലെത്തിയ ഷോർട്ട് പിച്ച് പന്ത് ബാക്ക് ഫുട്ടിലേക്ക് ഇറങ്ങി കവറിന് മുകളിലൂടെ സിക്സർ പറത്തി വെടിക്കെട്ടിന് തിരികൊളുത്തി ABD. ആദ്യ ഓവറുകളിൽ വിക്കറ്റ് സ്ലോ ആയിരുന്നു എന്നുകൂടി പരിഗണിക്കുമ്പോൾ ആ ഷോട്ടിലെ ടെക്നിക്കൽ ബ്രില്യൻസ് ഒരിക്കൽ കൂടി തെളിയപ്പെടും. അടുത്തത് പ്രവീൺ താംബയുടെ ഊഴമായിരുന്നു. ക്രീസിൽ നിന്ന് ഒരു ചുവട് ഇടത്തേക്ക് മാറി താംബയെ ബ്ലഫ് ചെയ്യുന്നു. പിന്നാലെ കൂട്ടിനൊരു സ്വീപ്പ്. പന്ത് ചെന്ന് പതിച്ചത് ഫൈൻ ലെഗിനപ്പുറം ഗ്യാലറിയിൽ. പിന്നീട് ഇടവേളകളിൽ 1-2 ബൗണ്ടറികളൊക്കെ മാത്രമായി ABD വളരെ ശാന്തനായി കാണപ്പെട്ടു. കാരണം മറുവശത്ത് കോഹ്ലിയുടെ പ്രഹരങ്ങൾ ഓരോന്നും ഗുജറാത്ത് ബൗളർമാർ ഏറ്റുവാങ്ങുകയായിരുന്നു. 11ാം ഓവർ പൂർത്തിയാകുമ്പോൾ ABDയുടെ സ്കോർ 22 പന്തിൽ 37 റൺസ് മാത്രമായിരുന്നു. 4 4ഉം 2 6ഉം മാത്രമായിരുന്നു ബൗണ്ടറി കോളത്തിൽ തെളിഞ്ഞിരുന്നത്. 11ാം ഓവറിലെ 3ാം പന്തിൽ ശാന്തതയുടെ കുപ്പായം ദക്ഷിണാഫ്രിക്കക്കാരൻ ഊരിവെച്ചു. കുൽക്കർണിയുടെ പന്ത് പുൾ ചെയ്തൊരു മാസീവ് 6. പിന്നാലെ 2 ബൗണ്ടറി കൂടി അങ്ങ് കടത്തി 25 പന്തിൽ അർദ്ധ സെഞ്ചുറി പിന്നിട്ടു താരം. ജഡേജയും താംബയും ABDയുടെ സ്വീപ്പ് ഷോട്ടിന്റെ ചൂട് പിന്നീട് വന്ന ഓവറുകളിൽ അറിഞ്ഞു. പക്ഷേ 16ാം ഓവർ എറിയാനെത്തിയ പ്രവീൺ കുമാറിനായിരുന്നു മത്സരത്തിലെ ഏറ്റവും വലിയ പ്രഹരം ABD കാത്തുവച്ചത്. 2ാം പന്ത് ഫൈൻ ലെഗിന് മുകളിലൂടെ, 3ാം പന്ത് മിഡ് വിക്കറ്റിന് മുകളിലൂടെ, 4ാം പന്ത് ലോങ് ഓണിലൂടെ 4, 5ാം പന്ത് വീണ്ടും മിഡ് വിക്കറ്റിലേക്ക്. 3 6ഉം 1 4ഉം ഉൾപ്പെടെ ആ ഓവറിൽ പിറന്നത് 23 റൺസ്. 43 പന്തിൽ സെഞ്ചുറി എന്ന നേട്ടവും ABD അപ്പോൾ കുറിച്ചിരുന്നു. 2ാം 50 റൺസ് നേടാൻ ആവശ്യമായത് കേവലം 18 പന്തുകൾ മാത്രം. പിന്നീട് ഒരു സിക്സർ മെഷീനായിരുന്നു ABD. 10 പന്തുകൾ മാത്രമായിരുന്നു താരം നേരിട്ടത്. അതിൽ 5 ബൗണ്ടറി, 4 എണ്ണം പറഞ്ഞ സിക്സുകൾ. പുറത്താകാതെ ക്രീസ് വിടുമ്പോൾ 52 പന്തിൽ 129 റൺസ്. 10 4ഉം 12 6ഉം അന്ന് ABDയുടെ ബാറ്റിൽ നിന്ന് ക്രിക്കറ്റ് ലോകം കണ്ടു. മറുവശത്ത് ഒട്ടും കുറയ്ക്കാതെ വിരാട് കോഹ്ലിയും 55 പന്തിൽ 109 റൺസായിരുന്നു നേട്ടം. 229 റൺസ് ആ കൂട്ടുകെട്ടിൽ സ്കോർ ബോർഡിലേക്ക് ചേർക്കപ്പെട്ടു. ഫുട്ബോളിൽ റൊണാൾഡോയും മെസ്സിയും ഒരേ ടീമിൽ കളത്തിലിറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അതുതന്നെയായിരുന്നു ചിന്നസ്വാമിയിൽ അന്ന് സംഭവിച്ചതും. സ്വീപ്പ് ഷോട്ടുകളുടെ ഒരു എക്സിബിഷൻ തന്നെ ABD തീർത്തപ്പോൾ ഗുജറാത്ത് നിരയിലെ ചെറുതും വലുതുമായ എല്ലാ ബൗളർമാരും ഉത്തരമില്ലാതെ നിലച്ചുപോയി.